നോർത്ത് കരോളിൻ്റെ പടിഞ്ഞാറൻ മലനിരകളിലെ ആകർഷണീയമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഹൈലാൻഡ്സ്. വെള്ളച്ചാട്ടങ്ങളും പുഴകളും കാടുകളും നിറഞ്ഞ ഒരു മലയോര ഗ്രാമം. 2 ദിവസമായുള്ള ശക്തമായ മഞ്ഞുവീഴ്ചയും മഴയും ശീതക്കാറ്റും കൊണ്ട് മാറ്റിവെച്ച യാത്ര ഇന്ന് രാവിലെ തുടങ്ങി. പാതയുടെ ഇരുവശങ്ങളിലും മരങ്ങൾ ഇല പൊഴിച്ച് ശിശിരത്തിൻ്റെ സൗന്ദര്യം വിളിച്ചോതുന്നു. വേനൽക്കാലത്തെ പച്ചപ്പും ശരത്കാലത്തിലെ ചുവപ്പും സ്വർണ്ണ നിറവും ഉപേക്ഷിച്ച് തണുപ്പിനെ അതിജീവിക്കാനായുള്ള നിദ്ര. ഇലപൊഴിഞ്ഞ മരങ്ങൾ, മഞ്ഞുകാലങ്ങളിലെ സ്ഥിരം കാഴ്ചകൾ. പൈൻ മരങ്ങളുടെ തലപ്പത്ത് മാത്രം തളിരിട്ട പച്ചപ്പ് കാണാം. 4 മണിക്കൂർ യാത്ര മലമുകളിലെത്തി. മഴയും ശക്തമായ ശീതക്കാറ്റും വിട്ടൊഴിഞ്ഞിരിക്കുന്നു. പക്ഷേ തണുപ്പിനെ തടയാൻ ധരിച്ചിരിക്കുന്ന കമ്പിളി വസ്ത്രങ്ങൾ പരാജയപ്പെടുന്നു. ഡ്രൈ ഫാൾസ് ആണ് ലക്ഷ്യം. കുറേ താഴെ ഇറങ്ങണം. അവിടെ ഒരു മുന്നറിയിപ്പ്: സൂക്ഷിക്കുക, സ്വന്തം റിസ്കിൽ പടികൾ ഇറങ്ങുക. ഡ്രൈ ഫാൾസ്, വരണ്ട വെള്ളച്ചാട്ടം. കരിങ്കലിൽ കെട്ടിയ പാതയിലൂടെ താഴെ ഇറങ്ങുമ്പോൾ പ്രകൃതി ഒരുക്കുന്നത് സുന്ദരമായ വിരുന്നാണ്. ഡ്രൈ ഫാൾസിൻ്റെ ഉറവിടം കുൽസാജ നദിയാണ്. നവംബർ മാസത്തിലെ അതിശൈത്യത്തിൽ ഈ വെള്ളച്ചാട്ടം നല്ലൊരു അനുഭവമാണ്. വെള്ളച്ചാട്ടത്തിന് പിന്നിൽ പാറയിലൂടെ ഒരു നടപ്പാതയുണ്ട്. പാറ വെട്ടിയുണ്ടാക്കിയ പാത. മുകളിൽ പാറയുടെ പ്രകൃതിദത്തമായ സംരക്ഷണം. ഏകദേശം 75 അടി ഉയരത്തിൽ നിന്ന് വെള്ളം താഴേക്ക് പതിക്കുന്നു. ഇതിൻ്റെ പ്രത്യേകത, വെള്ളച്ചാട്ടത്തിൻ്റെ പിറകിലൂടെ നനയാതെ നടന്നു പോകാൻ കഴിയും. അതുകൊണ്ടാണ് ഇതിനെ വരണ്ട വെള്ളച്ചാട്ടം എന്ന് വിളിക്കുന്നത്. തിരശീലയ്ക്ക് പിന്നിൽ നിന്ന് വെള്ളച്ചാട്ടത്തെ കാണുന്ന പ്രതീതി. പിന്നീട് പോയത് ബ്രൈഡൽ വെയിൽ ഫാൾസ്. ഡ്രൈ ഫാൾസിൻ്റെ അടുത്താണിത്. ഹൈവേയോട് ചേർന്നുള്ള വെള്ളച്ചാട്ടം. 45 അടി ഉയരം മാത്രം. തീരെ മെലിഞ്ഞവൾ. ഡ്രൈ ഫാൾസ് പോലെ അത്ര സുന്ദരിയല്ല. വധുവിൻ്റെ മൂടുപടം പോലെ അതിലോലമായി ഒഴുകുന്നു. അതുകൊണ്ടാണ് ഇങ്ങനൊരു പേര് വന്നത്. ശാന്തമെങ്കിലും ഇവളും അല്പം അപകടകാരിയാണ്. ശൈത്യകാലത്ത് പാറകളും മഞ്ഞുപാളികളും അടർന്നു വീഴുന്നത് കാരണം വെള്ളച്ചാട്ടത്തിന് അടുത്തേക്കുള്ള റോഡുകൾ അടച്ചിട്ടിരിക്കുന്നു. ഹൈലാൻഡ്സിന് ഏതാനും മൈൽ തെക്ക് നന്ദഹാല നാഷണൽ ഫോറസ്റ്റിലെ മനോഹരമായ ബ്ലൂ വാലിയിലാണ് അതിസുന്ദരിയായ ഗ്ലെൻ ഫാൾസ്. ഗ്ലെൻ വെള്ളച്ചാട്ടം 3 വെള്ളച്ചാട്ടങ്ങളുടെ ശ്രേണിയാണ്. അവിടേക്ക് ഏകദേശം 4 കിലോമീറ്റർ നടക്കണം. നന്ദഹാല ദേശീയ വനത്തിൻ്റെ അരികിലുള്ള സൗമ്യവും താഴ്ചയുള്ളതുമായ ചെരുവിലാണ് ഈ പാത. നനഞ്ഞ കരിങ്കൽ പടികൾ. പലപ്പോഴും മരങ്ങളുടെ വേരുകൾ സ്വാഭാവിക പടികളായി പ്രവർത്തിക്കുന്നു. വളരെ സൂക്ഷിച്ചു വേണം പടികളിറങ്ങാൻ. ഇവിടേക്കുള്ള നടപ്പാതയ്ക്ക് ഒരു പരുക്കൻ സൗന്ദര്യമാണ്. സമൃദ്ധവും പഴക്കമുള്ളതുമായ വനങ്ങളും കുത്തനെയുള്ള ഭൂപ്രദേശങ്ങളും ഇതിന് വന്യമായ ഒരു സൗന്ദര്യം നൽകുന്നു. നദിയുടെ ഇരമ്പം കേട്ടുകൊണ്ട് പടികളിറങ്ങി ഹൈലാൻഡ്സ് പീഠഭൂമിക്ക് സമീപമുള്ള ബ്ലൂ റിഡ്ജ് പർവ്വതനിരകളുടെ ഉയർന്ന ചെരുവുകളിൽ നിന്നും ഉത്ഭവിച്ച് ഹോർഷൂ പർവ്വതത്തിനും ചിൻകാബിൻ പർവ്വതത്തിനും ഇടയിൽ വെള്ളമൊഴുകുന്നു. വെള്ളച്ചാട്ടം രൂപപ്പെടുന്നത് ഇവിടെ തന്നെയുള്ള അതിപ്രവാഹ അരുവിയുടെ കിഴക്കൻ കൈവഴികളിൽ നിന്നാണ്. ഇതിൻ്റെ ജലം അരുവിയിലൂടെ തെക്കോട്ടൊഴുകി അത് ചാറ്റുക നദിയിൽ ചേരുന്നു. ചാറ്റുക നദി സവന്ന എന്ന വലിയ നദീതട വ്യവസ്ഥയുടെ ഭാഗമായി മാറുകയും ദീർഘകാല യാത്രയ്ക്ക് ശേഷം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ലയിക്കുകയും ചെയ്യുന്നു. ഉദയാസ്തമയങ്ങളുടെ സൗന്ദര്യം അനുഭവിക്കാൻ പ്രകൃതി ഒരുക്കിയ 2 പാറക്കെട്ടുകളിലേക്കായിരുന്നു അടുത്ത യാത്ര. സൺറൈസ് റോക്ക് ആൻഡ് സൺസെറ്റ് റോക്ക്. ആദ്യം പോയത് സൺസെറ്റ് റോക്കിലേക്കാണ്.
ഹൈലാൻഡ്സ് നഗരകേന്ദ്രത്തിൽ നിന്ന് കുറച്ചകലെയുള്ള റാവനൈൽ പാർക്കിലാണിത്. അവ ഒരേ മലഞ്ചെരിവിൻ്റെ ഭാഗമാണെങ്കിലും രണ്ട് വ്യത്യസ്ത അനുഭവങ്ങൾ തരുന്നു. പൈൻ, ഓക്ക്, മേപ്പിൾ മരങ്ങൾ ഇവിടെ കാണാം. അവിടെ നിന്നുള്ള സൂര്യോദയം സുന്ദരമായ അനുഭവമാണ്. അകലെയുള്ള ബ്ലൂ റിഡ്ജ് പർവ്വതനിരകൾക്ക് പിന്നിൽ സൂര്യൻ മുങ്ങിത്താഴുന്നത് വിസ്മയ കാഴ്ചയാണ്. ആകാശത്ത് പടരുന്ന ഓറഞ്ച്, പിങ്ക്, പർപ്പിൾ നിറങ്ങൾ. പർവ്വതങ്ങളുടെ ഇടയിലൂടെ താഴ്ന്നിറങ്ങുന്ന സൂര്യകിരണങ്ങൾ. പാറ ഇറങ്ങി കിഴക്കോട്ട് കുറച്ചു ദൂരം സഞ്ചരിക്കുമ്പോൾ സൺറൈസ് റോക്ക് കാണാം. ഇവിടെ നിന്നാൽ താഴെ കാണുന്നത് ഹോഴ്സ്കോ എന്നറിയപ്പെടുന്ന ആഴമേറിയതും സമൃദ്ധവുമായ താഴ്വരയാണ്. അകലെ കാണുന്നത് വൈറ്റ് ഷെഡ് പർവ്വതമാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതങ്ങളിലൊന്ന്. 500 ദശലക്ഷം വർഷം. ആദ്യകാല കുടിയേറ്റ നാടോടിക്കഥകളിലും ചെറോക്കി പുരാണങ്ങളിലും നിറഞ്ഞിരിക്കുന്ന സ്പിയർ ഫിംഗർ എന്ന ചുവന്ന വലിയ കണ്ണുള്ള മന്ത്രവാദിനിയുടെ വാസസ്ഥലം. അവളുടെ വലത് കൈയിലെ നീളമുള്ള മൂർച്ചയേറിയ വിരൽ കൊണ്ടായിരുന്നു ഇരകളുടെ കരൾ കവർന്നിരുന്നത്. കുട്ടികളായിരുന്നത്രേ അവരുടെ ഇരകൾ. വൈറ്റ് സൈഡ് പർവ്വതത്തെ മറ്റൊരു കൊടുമുടിയുമായി ബന്ധിപ്പിക്കാൻ അവൾ നിർമ്മിച്ച ഒരു വലിയ പാറപ്പാലം ഇടിമിന്നൽ നശിപ്പിച്ചു. ഒടുവിൽ ചെറോക്കി യോദ്ധാക്കൾ അവളെ പരാജയപ്പെടുത്തി കുഴൽ കിണറിൽ അടച്ചു. എല്ലായിടത്തും കാണാം ഇതുപോലുള്ള നാടോടി കഥകൾ. രാവിലെ വൈറ്റ് സൈഡ് പർവ്വതത്തിന് മുകളിൽ സൂര്യൻ ഉദിക്കുന്നു. സൂര്യോദയ സമയത്ത് പർവ്വതങ്ങളുടെ മുകളിൽ പടരുന്ന മനോഹരമായ നിറങ്ങൾ. പർവ്വതങ്ങളുടെ ഇടയിലൂടെ ഉയരുന്ന സൂര്യൻ. പച്ചപ്പ് നിറഞ്ഞ വനങ്ങൾ, താഴ്വാരങ്ങൾ, അവിടെ സ്ഥിര താമസമാക്കിയിരിക്കുന്ന മൂടൽമഞ്ഞ്. ഒക്ടോബർ പകുതിയിലും ഫെബ്രുവരി പകുതിയിലും ഏതാനും ആഴ്ചകൾ സൂര്യൻ വൈറ്റ് ഷെഡ് പർവ്വതത്തിൻ്റെ പിന്നിൽ ഒരു പ്രത്യേക രീതിയിൽ അസ്തമിക്കുന്നു. അത് താഴ്വരയുടെ തറയിൽ ഒരു കറുത്ത കരടിയുടെ നിഴൽ പതിപ്പിക്കുന്നു. ഒരു പുരാതന കെട്ടുകഥയല്ലെങ്കിലും ആധുനിക മിസ്റ്റിക് പ്രതിഭാസമാണെന്ന് പറയാം. കുലസാജ നദിയെക്കുറിച്ച് പറയാതെ ഈ വിവരണം പൂർണ്ണമാകില്ല. 37 കിലോമീറ്റർ നീളത്തിൽ ഒഴുകുന്ന പ്രകൃതി രമണീയമായ നദി. കേവലം ഒരു ജലസ്രോതസ് എന്നതിലും ഉപരി ഈ നദി നോർത്ത് കരോളിൻ്റെ ജീവിതത്തിൻ്റെയും സമ്പദ് വ്യവസ്ഥയുടെയും പ്രധാന ഘടകമാണ്. അപ്പലേച്ചിയൻ മലനിരകളുടെ ഭാഗമായ ഹൈലാൻഡ്സ് പീഠഭൂമിയിൽ അവൾ പിറവിയെടുത്തു. താഴേക്കൊഴുകി അവിടുത്തെ വനങ്ങൾക്കും കൃഷിക്കും കുളിർമയേകി ഗ്രാമീണ സംസ്കാരത്തിൻ്റെ ഭാഗമായി മാറുന്നു. ഡ്രൈ ഫാൾസ്, ബ്രൈഡൽ വെയിൽ ഫാൾസ്, കൊറി ഫാൾസ്, കുൽസജ ഫാൾസ് എന്നീ വെള്ളച്ചാട്ടങ്ങൾക്ക് ജന്മമേകുന്നു. അവളുടെ ജന്മം പൂർണ്ണമാകുന്നു. പിന്നീട് ലിറ്റിൽ ടെൻസി നദിയിൽ അവൾ ലയിക്കുന്നു. വീണ്ടും പുനർജനിക്കാൻ ഗിരിയുടെ പുത്രിയായി.